ഇന്ത്യയെ വെറുമൊരു രാജ്യമായി മാത്രം നോക്കിയാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാകില്ല. മഞ്ഞുമലകൾ മുതൽ ഉഷ്ണമേഖലാ കടൽ തീരങ്ങൾ വരെ മരുഭൂമിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റകളിലൊന്നിലേക്ക് ഒരു രാജ്യത്തിനുള്ളിൽ ഇത്രയും വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഹിമാലയം, പടിഞ്ഞാറ് താർ ഭൂമി, മധ്യഭാഗത്ത് വിശാലമായ സമതലങ്ങളും പീഠഭൂമികളും, കിഴക്കും പടിഞ്ഞാറും നീണ്ടുകിടക്കുന്ന തീരപ്രദേശങ്ങൾ, അതിനപ്പുറം ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ദ്വീപസമൂഹങ്ങൾ. ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ ഭൗമരൂപം രൂപപ്പെടുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കിയാൽ ഈ ഇന്ത്യയിലെ കാലാവസ്ഥ എന്തുകൊണ്ട് ഇത്ര വൈവിധ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഗംഗാ സമതലങ്ങളിൽ കൃഷി ഇത്ര സമൃദ്ധമായത് എന്തുകൊണ്ട്? രാജസ്ഥാനിൽ മരുഭൂമി രൂപപ്പെട്ടത് എങ്ങനെ? ദക്ഷിണേന്ത്യയിലെ പല നദികളും കിഴക്കോട്ടൊഴുകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പശ്ചിമഘട്ടം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലും കിഴക്ക് രേഖാംശങ്ങളും സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ പ്രധാന ഭൂഭാഗം ഏകദേശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശം മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് അക്ഷാംശം വരെയും 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് രേഖാംശം മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് രേഖാംശം വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റം പ്രധാന ഭൂഭാഗത്തിൽ കന്യാകുമാരിയാണ്. എന്നാൽ ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശത്തെയും പരിഗണിക്കുമ്പോൾ ഇന്ദിരാ പോയിന്റാണ് തെക്കേ അറ്റം. കന്യാകുമാരി ഇന്ത്യയുടെ ഭൂഭാഗത്തിലെ തെക്കേ അറ്റമാണ്. ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശത്തിൻ്റെയും തെക്കേ അറ്റവും. ഇന്ത്യയുടെ വടക്കേ അറ്റം ഹിമാലയൻ മേഖലകളിലാണ്. പടിഞ്ഞാറ് പാകിസ്ഥാനും വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനും വടക്ക് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും കിഴക്ക് ബംഗ്ലാദേശും മ്യാൻമാറും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അതുവഴി ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവയിലേക്കും സമുദ്ര വ്യാപാര പാതകളിലേക്കും ഇന്ത്യക്ക് വലിയ ഭൗമ പ്രാധാന്യം ലഭിക്കുന്നു. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലേക്ക് കടക്കാം. ഇന്ത്യയെ പൊതുവെ 6 പ്രധാന ഭൗതിക വിഭാഗങ്ങളായി കാണാം. വടക്കൻ പർവ്വതനിരകൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ ഉപഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ആദ്യം ഇന്ത്യയുടെ വടക്കൻ പർവ്വതനിരകൾ, അതായത് ഹിമാലയം. ഹിമാലയം എന്ന പേര് തന്നെ മഞ്ഞിൻ്റെ വാസസ്ഥലം എന്ന അർത്ഥം നൽകുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. ഹിമാലയം ഇന്ത്യയുടെ കാലാവസ്ഥയെയും നദികളെയും കൃഷികളെയും മനുഷ്യവാസത്തെയും വളരെ ശക്തമായി സ്വാധീനിക്കുന്നു. ഹിമാലയത്തിൻ്റെ തെക്കു നിന്ന് വടക്കോട്ട് പ്രധാനമായും 3 സമാന്തര മേഖലകളായി നമുക്ക് ഓർക്കാം. ഏറ്റവും തെക്കായി ശിവാലിക്, അതിന് വടക്ക് ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയം, അതിനും വടക്ക് ഗ്രേറ്റർ ഹിമാലയം അഥവാ ഹിമാദ്രി. ഏറ്റവും ഉയർന്ന ഭാഗമായ ഹിമാദ്രിയിലാണ് നിരവധി വൻ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻഗംഗ ഏകദേശം 8586 മീറ്റർ ഉയരമുള്ളതാണ്. സിക്കിം, നേപ്പാൾ അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു പൊതുവായ കുഴപ്പമുണ്ട്. എവറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമല്ല. എവറസ്റ്റ് നേപ്പാളും ടിബറ്റും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി കാഞ്ചൻഗംഗയെ ഓർക്കാം. ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ പടിഞ്ഞാറ് കിഴക്ക് വ്യാപ്തിയാണ്. ജമ്മു കാശ്മീർ മേഖലകളിൽ ഉയർന്ന പർവ്വതങ്ങളിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെയായി ഹിമാലയൻ പർവ്വതനിരകൾ നീളുന്നു. കിഴക്കോട്ട് എത്തിയപ്പോൾ ഇവയുടെ രൂപത്തിലും ദിശയിലും മാറ്റങ്ങൾ ഉണ്ടാവുകയും പൂർവാഞ്ചൽ മലനിരകളുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഹിമാലയം ഇന്ത്യക്ക് ഒരു പ്രകൃതിദത്ത മതിൽ പോലെയാണ്.
മധ്യ ഏഷ്യയിൽ നിന്നുള്ള അതിശൈത്യമായ വായുപ്രവാഹങ്ങളെ ഇത് വലിയ തോതിൽ തടയുന്നു. അതോടൊപ്പം ഇന്ത്യൻ മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് മഴ ലഭിക്കുന്നതിനും സഹായിക്കുന്നു. ഹിമാലയം ഇല്ലായിരുന്നെങ്കിൽ ഉത്തരേന്ത്യയുടെ കാലാവസ്ഥ ഇന്നുള്ളതുപോലെ ആയിരിക്കില്ല. ഇനി ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് വന്നാൽ കാണുന്നത് ഇന്ത്യയുടെ ഏറ്റവും സമൃദ്ധമായ പ്രദേശങ്ങളിലൊന്നായ വടക്കൻ സമതലങ്ങളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ പ്രധാന നദികളും അവയുടെ പോഷക നദികളും ആയിരക്കണക്കിന് വർഷങ്ങളായി കൊണ്ടുവന്ന എക്കൽ മണ്ണാണ് ഈ സമതലങ്ങളുടെ രൂപീകരണത്തിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം വളരെ ഫലപുഷ്ടിയുള്ളതാണ്. ജനസാന്ദ്രതയും കൃഷിയും ചരിത്രപരമായ നഗരവികസനവും ഇവിടെ ശക്തമാണ്. വടക്കൻ സമതലങ്ങളെ പൊതുവെ പഞ്ചാബ് സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. സമതലം എന്നത് വെറും നിരപ്പായ ഭൂമി എന്ന അർത്ഥം മാത്രമല്ല. നദികൾ കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങൾ ഈ പ്രദേശത്തിന്റെ മണ്ണിനെയും കൃഷിയെയും ജീവിതത്തെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഗംഗയും യമുനയും കൂടിച്ചേർന്ന പ്രദേശം പ്രയാഗ്രാജിന് സമീപമാണ്. ഗംഗാ നദി പിന്നീട് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലെത്തുന്നു. ബ്രഹ്മപുത്രയും കിഴക്കൻ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി അസമിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ ഗംഗയുമായി ചേർന്ന വലിയ നദീ സംവിധാനത്തിന്റെ ഭാഗമാകുന്നു. ഈ നദികൾ ചേർന്ന് രൂപപ്പെടുന്ന ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ നദീ ഡെൽറ്റയായി സാധാരണമായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സുന്ദർബൻസ്. സുന്ദർബൻസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കണ്ടൽക്കാടുകൾ ഓർമ്മ വരും. ഇവിടെ സുന്ദരി എന്നറിയപ്പെടുന്ന കണ്ടൽ മരം വ്യാപകമായി കാണപ്പെടുന്നു. റോയൽ ബംഗാൾ കടുവകൾക്കും ഈ പ്രദേശം പ്രസിദ്ധമാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക് വരാം. ഇവിടെ കാണുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഹിമാലയം താരതമ്യേന യുവപർവ്വത നിരയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി വളരെ പഴക്കമുള്ള കഠിന ശിലകളാൽ നിർമ്മിതമായ പ്രദേശങ്ങളാണ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് മധ്യ ഹൈറ്റ്ലാൻഡും ഡെക്കാൻ പീഠഭൂമിയും. ഡെക്കാൻ പീഠഭൂമി ഏകദേശം ത്രികോണാകൃതിയിലാണ്. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് കിഴക്കൻ ഘട്ടവും അതിൻ്റെ അതിരുകളായി കാണാം. ഇവിടെ ഇന്ത്യയുടെ നദികളുടെ ഒഴുക്ക് മനസ്സിലാക്കാൻ ഒരു രസകരമായ സൂചനയുണ്ട്. പശ്ചിമഘട്ടം പടിഞ്ഞാറൻ തീരത്തിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പീഠഭൂമിയിലെ ഭൂരിഭാഗം പ്രധാന നദികളും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ അതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. എന്നാൽ നർമ്മദയും താപ്തിയും ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവ പ്രധാനമായും പടിഞ്ഞാട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാന ഭൂമിശാസ്ത്ര സവിശേഷതയാണ് നദീതടങ്ങളുടെ സ്വഭാവം. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്നത് അവയുടെ താഴ്വരകളിലൂടെയും ഭൗമഘടനകളിലൂടെയും പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിലേക്ക് നോക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി നീളുന്ന പർവ്വതനിരയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര മേഖലയിൽ നിന്ന് തെക്കോട്ട് കേരളം, തമിഴ്നാട് വരെ ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2695 മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും. ആനമുടി എന്ന പേര് ഓർക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമുക്ക് ഓർക്കാം. പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം ഉയരത്തിൽ നിന്ന് മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് ഇന്ത്യയുടെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. നിരവധി അപൂർവ സസ്യജാലങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിന്റെ കാലാവസ്ഥയിലും പശ്ചിമഘട്ടത്തിന് വലിയ പങ്കുണ്ട്. അറബിക്കടലിൽ നിന്ന് വരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ടത്തിൽ തട്ടി ഉയരുമ്പോൾ പർവ്വതത്തിന്റെ കാറ്റേൽക്കുന്ന ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നു. ഇതിനെ ഓറോഗ്രാഫിക് മഴ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും പല ഭാഗങ്ങളിലും മൺസൂൺ മഴ ശക്തമാണ്. ഇനി പശ്ചിമഘട്ടത്തിന് മറുവശത്തുള്ള കിഴക്കൻ ഘട്ടത്തിലേക്ക് വരാം. കിഴക്കൻ ഘട്ടം പശ്ചിമഘട്ടത്തെ പോലെ തുടർച്ചയായ ഒരു പർവ്വതനിരയല്ല. വിവിധ നദികൾ അതിനെ മുറിച്ചു കടക്കുന്നതിനാൽ ഇത് കൂടുതൽ വിചിത്രമായ സ്വഭാവമുള്ളതാണ്. കിഴക്കൻ ഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്ന പ്രധാന പ്രദേശമാണ് നീലഗിരി മലനിരകൾ. ഇവിടെ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവയുടെ സമീപ പ്രദേശങ്ങളിൽ തമ്മിൽ ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകാം. അവിടെയാണ് താർ മരുഭൂമി. താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും രാജസ്ഥാനിലാണ്.
പാകിസ്ഥാനിലേക്കും ഇതിൻ്റെ വ്യാപ്തി തുടരുന്നു. ഇന്ത്യയിൽ മരുഭൂമി പ്രദേശത്തിൻ്റെ രൂപീകരണത്തിൽ മഴയുടെ കുറവ്, ഉയർന്ന താപനില, ഭൗമഘടന, ആരവല്ലി മലനിരകളുടെ ദിശ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ പങ്കുവഹിക്കുന്നു. ആരവല്ലി മലനിരകൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരകളിൽ ഒന്നാണ്. ഇവ തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ദിശയിൽ വ്യാപിക്കുന്നു. താർ മരുഭൂമിയിലെ പ്രധാന നദിയാണ് ലൂണി. സാധാരണയായി മറ്റു വലിയ നദികളെ പോലെ ഒരു സമുദ്രത്തിലേക്ക് സ്ഥിരമായി ഒഴുകുന്ന നദിയല്ല ഇത്. വരണ്ട പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന ലൂണിയുടെ താഴ്ന്ന പ്രദേശത്തെ ഒഴുക്ക് മരുഭൂമിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ തീരപ്രദേശത്തിലേക്ക് വരാം. ഇന്ത്യയുടെ തീരപ്രദേശം രണ്ട് വലിയ ഭാഗങ്ങളായി മനസ്സിലാക്കാം. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പൊതുവെ താരതമ്യേന ഇടുങ്ങിയതാണ്. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പൊതുവെ വിശാലമാണ്. കിഴക്കൻ തീരത്ത് ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കിഴക്കൻ തീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശാലമായ ഡെൽറ്റ സമതലങ്ങൾ കാണാം. പടിഞ്ഞാറൻ തീരത്ത് വലിയ ഡെൽറ്റകളേക്കാൾ കൂടുതൽ കായലുകൾ കാണപ്പെടുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശത്തെ കായൽ സംവിധാനം ഇതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ്. വേമ്പനാട്ട് കായൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കായലാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിലും ജലഗതാഗതത്തിലും കൃഷിയിലും മത്സ്യബന്ധനത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി ഇന്ത്യയുടെ ദ്വീപുകളിലേക്ക് പോകാം. ഇന്ത്യക്ക് പ്രധാനമായും രണ്ട് ദ്വീപ സമൂഹങ്ങളുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവും അറബിക്കടലിലെ ലക്ഷദ്വീപും. ഇവ രണ്ടും ഒരുപോലെയല്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പ്രധാനമായും ടെക്ടോണിക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പർവ്വത ശൈലിയുടെ സമുദ്രഭാഗത്തുയർന്നു വന്ന ദ്വീപുകളാണ്. ലക്ഷദ്വീപുകൾ പ്രധാനമായും പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട ദ്വീപുകളാണ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ആൻഡമാൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏക സജീവ അഗ്നിപർവ്വതമായി ബാരൻ ദ്വീപ് അറിയപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ നദികളെക്കുറിച്ച് കുറച്ച് കൂടുതൽ ആഴത്തിൽ നോക്കാം. ഇന്ത്യയിലെ നദികൾ പൊതുവെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഹിമാലയൻ നദികളിൽ ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നിവ പ്രധാനപ്പെട്ടയാണ്. ഇവയിൽ പലതിനും ഹിമാനികളും മഴയും പ്രധാന ജലസ്രോതസ്സുകളാണ്. അതിനാൽ വർഷത്തിൽ വലിയൊരു ഭാഗത്ത് ഇവയിൽ ജലപ്രവാഹം നിലനിൽക്കും. ഉപദ്വീപീയ നദികൾ പ്രധാനമായും മഴയാണ് ആശ്രയിക്കുന്നത്. ഇവയുടെ നദീതടങ്ങൾ പൊതുവെ കൂടുതൽ പഴക്കമുള്ള ഭൂപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇനി ഒരു പ്രധാന കാര്യം, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഈ ചോദ്യം കേൾക്കുമ്പോൾ പലർക്കും ഗംഗ എന്ന് തോന്നും. ഇന്ത്യയുടെ ഭൂപ്രദേശത്തിനുള്ളിലെ ഒഴുക്ക് പരിഗണിക്കുമ്പോൾ ഗംഗയാണ് പ്രധാനമായും പറയപ്പെടുന്നത്. എന്നാൽ മുഴുവൻ നദീതടത്തിൻ്റെ അന്താരാഷ്ട്ര വ്യാപ്തിയും വിവിധ അളവുകോലുകളും പരിഗണിക്കുമ്പോൾ വ്യാഖ്യാനത്തിൽ വ്യത്യാസങ്ങൾ കാണാം. അതുകൊണ്ട് നദികളുടെ നീളം പറയുമ്പോൾ ഏത് മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇനി ഇന്ത്യയുടെ കാലാവസ്ഥ. ഇന്ത്യയുടെ കാലാവസ്ഥയെ പൊതുവെയായി ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയായി വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥയെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഘടകം മൺസൂൺ കാറ്റുകളാണ്. മൺസൂൺ എന്നത് വെറും മഴ എന്നർത്ഥമല്ല. കാലാവസ്ഥ അനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളുടെ സംവിധാനമാണ് മൺസൂൺ. വേനൽക്കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കരഭാഗം ശക്തമായി ചൂടാകുന്നു. കരയിലും കടലിലും ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസം കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്നു. ഇതിൻ്റെ ഫലമായി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ രണ്ട് പ്രധാന ശാഖകളാണ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. കേരളത്തിലേക്ക് സാധാരണയായി മൺസൂൺ ആദ്യം എത്തുന്നത് അറബിക്കടൽ ശാഖയിലൂടെയാണ്. പിന്നീട് അത് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇവിടെ മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായി മൗസിനാം പറയപ്പെടുന്നു. ഇത്രയും ശക്തമായ മഴ ലഭിക്കാൻ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ ഈർപ്പമുള്ള കാറ്റുകൾ ഖാസി മലനിരകളുമായി നേരിടുന്നതും ഭൂപ്രകൃതിയും പ്രധാന കാരണങ്ങളാണ്.
അതേസമയം രാജസ്ഥാനിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരേ രാജ്യത്ത് ഒരു ഭാഗത്ത് അതിശക്തമായ മഴയും മറ്റൊരു ഭാഗത്ത് മരുഭൂമിയും കാണാൻ കഴിയുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ഒന്ന് ചുരുക്കി നോക്കിയാൽ ഇന്ത്യയുടെ വടക്ക് ഹിമാലയം, അതിന് താഴെ വടക്കൻ സമതലങ്ങൾ, മധ്യ തെക്കൻ ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമി, പടിഞ്ഞാറ് താർ ഭൂമി, കിഴക്കും പടിഞ്ഞാറും തീര സമതലങ്ങൾ, കടലുകൾ, ദ്വീപസമൂഹങ്ങൾ. ഈ ഭൂപ്രകൃതിയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയും നദികളും കൃഷികളും മനുഷ്യവാസത്തിനെയും സ്വാധീനിക്കുന്നത്. ഇനി ഇന്ത്യയിലെ മണ്ണിലേക്ക് വരാം. ഇന്ത്യയിൽ പലതരത്തിലുള്ള മണ്ണുകൾ കാണപ്പെടുന്നു. പ്രധാനപ്പെട്ടവയിൽ എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, ലാക്ടൈറ്റ് മണ്ണ്, മരുഭൂമി മണ്ണ്, പർവ്വത വന മണ്ണ് എന്നിങ്ങനെ ഉൾപ്പെടുന്നു. ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ്. നദികൾ കൊണ്ടുവന്ന നിക്ഷേപങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. നെല്ല്, ഗോതമ്പ്, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഈ മണ്ണ് വളരെ അനുയോജ്യമാണ്. അടുത്തത് കറുത്ത മണ്ണ്. പ്രധാനമായും ഡെക്കാൻ പീഠഭൂമിയിലെ ബസാൾട്ട് ശിലകളുമായി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായതിനാൽ ഇതിനെ കറുത്ത പരുത്തി മണ്ണെന്നും വിളിക്കാറുണ്ട്. കറുത്ത മണ്ണിന്റെ പ്രത്യേകത അതിൻ്റെ ജലധാരണ ശേഷിയാണ്. വരണ്ട കാലത്ത് ഈ മണ്ണിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മണ്ണ് ഇളകുന്ന ഒരു പ്രക്രിയ നടക്കുകയും ചെയ്യുന്നു. ചുവന്ന മണ്ണിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറം ലഭിക്കുന്നു. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ നിരവധി ഭാഗങ്ങളിൽ ഇത് കാണപ്പെടുന്നു. അടുത്തത് ലാക്ടൈറ്റ് മണ്ണ്. ഉയർന്ന മഴയും ശക്തമായ ലീച്ചിങ്ങുമുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി രൂപപ്പെടുന്നത്. പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിൻ്റെ സാന്നിധ്യം കാണാം. ഇനി ഇന്ത്യയിലെ സ്വാഭാവിക സസ്യവളർച്ച. മഴയുടെ അളവ്, താപനില, മണ്ണ്, ഭൂപ്രകൃതി എന്നിവയനുസരിച്ച് ഇന്ത്യയിലെ സസ്യവളർച്ചയിൽ വലിയ വ്യത്യാസമുണ്ട്. വളരെ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണാം. മഴ കുറയുന്നിടത്ത് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളും അതിലും വരണ്ട പ്രദേശങ്ങളിൽ വരണ്ട ഇലപൊഴിയും വനങ്ങളും കാണാം. രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളിൽ മുള്ളുള്ള കുറ്റിച്ചെടികളും മരുഭൂമി സസ്യങ്ങളും കൂടുതലാണ്. ഹിമാലയത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് സസ്യവളർച്ചയിലും മാറ്റമുണ്ടാകും. താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഇലപൊഴിയും വനങ്ങളിൽ നിന്ന് ഉയരമുള്ള പ്രദേശങ്ങളിൽ കോണിഫറസ് വനങ്ങളിലേക്കും അതിനു മുകളിൽ ആൽപൈൻ സസ്യവളർച്ചയിലേക്കും മാറുന്നു. ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പശ്ചിമഘട്ടവും വടക്കു കിഴക്കൻ ഇന്ത്യയും പ്രത്യേകം പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ്. ഇനി ഇന്ത്യയുടെ കൃഷിയിലേക്ക് നോക്കാം. ഇന്ത്യൻ കൃഷി മൺസൂണുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൃഷിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ മൺസൂൺ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ വിളകളെ പൊതുവെ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 കാലഘട്ടങ്ങളുമായി ബന്ധിപ്പിക്കാം. മൺസൂൺ ആരംഭിക്കുന്ന സമയത്ത് വിതയ്ക്കുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. നെല്ല്, ചോളം, പരുത്തി, സോയാബീൻ തുടങ്ങിയവ പ്രധാന ഉദാഹരണങ്ങളാണ്. മൺസൂൺ കഴിഞ്ഞ് ശീതകാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ. ഗോതമ്പ്, കടല, കടുക് തുടങ്ങിയവ പ്രധാന ഉദാഹരണങ്ങളാണ്. ഖാരിഫിനും റാബിക്കും ഇടയിലുള്ള വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് സൈദ് വിളകൾ. തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഖാരിഫ് വിള മഴക്കാലത്ത്, റാബി ശീതകാലത്ത്, സൈദ് ഇടയ്ക്കുള്ള വേനൽക്കാലത്ത്. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകളിൽ അരിയും ഗോതമ്പും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. നെല്ലിന് ഉയർന്ന താപനിലയും താരതമ്യേന കൂടുതൽ വെള്ളവും ആവശ്യമാണ്. അതുകൊണ്ട് കിഴക്കൻ ഇന്ത്യ തീരപ്രദേശങ്ങളിൽ ജലസേചനം ലഭിക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നെൽകൃഷി വ്യാപകമാണ്. ഗോതമ്പ് പ്രധാനമായും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും ഗംഗാ സമതലത്തിന്റെ ചില ഭാഗങ്ങളിലും വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇനി വ്യവസായവുമായി ബന്ധപ്പെട്ട് വിളകളിലേക്ക് വരുമ്പോൾ പരുത്തി, ചണം, കരിമ്പ്, ചായ, കാപ്പി തുടങ്ങിയവ പ്രധാനമാണ്. ചണം പ്രധാനമായും ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. പശ്ചിമ ബംഗാൾ ഇതിൻ്റെ പ്രധാന സ്ഥാനത്താണ്. ചായയ്ക്ക് ആസാം, പശ്ചിമ ബംഗാൾ, തെക്കേ ഇന്ത്യയിലെ മലനിരകൾ എന്നിവ പ്രധാനമാണ്. കാപ്പിക്ക് കർണാടകം, കേരള, തമിഴ്നാട് എന്നിവ വളരെ ഉൽപാദക സംസ്ഥാനങ്ങളാണ്. ഇനി ഇന്ത്യയുടെ ധാതു സമ്പത്തിലേക്ക് വരാം. ഇവിടെ പീഠഭൂമി പ്രദേശം
ധാതു സമ്പത്തിനാൽ സമ്പന്നമാണ്. കൽക്കരി, ഇരുമ്പയിര്, മാഗ്നൈറ്റിസ്, ബോക്സൈറ്റ്, മെക്ക തുടങ്ങിയ ധാതുക്കൾ പ്രധാനമാണ്. ഇന്ത്യയിലെ ധാതു സമ്പത്തിന്റെ വലിയൊരു ഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയിലെ പുരാതന ശിലാ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിവിധ ധാതു സമ്പത്തിനായി ശ്രദ്ധേയമാണ്. ഇവിടെ ഭൂമിശാസ്ത്രവും വ്യവസായവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ഇരുമ്പയിര് ലഭിക്കുന്നിടത്ത് ഇരുമ്പുരുക്ക് വ്യവസായം വളരാൻ സാധ്യത കൂടുതലാണ്. കൽക്കരി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഊർജത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും വളർച്ച വലിയ പങ്ക് വഹിക്കുന്നു. ഇനി ഇന്ത്യയുടെ തീരദേശ വിഭവങ്ങൾ നോക്കാം. ഇന്ത്യയുടെ നീണ്ട തീരപ്രദേശം മത്സ്യബന്ധനം, തുറമുഖങ്ങൾ, കടൽ വ്യാപാരം, വിനോദസഞ്ചാരം, ഉപ്പുൽപാദനം തുടങ്ങി നിരവധി മേഖലകൾക്ക് അടിത്തറ നൽകുന്നു. പടിഞ്ഞാറൻ തീരത്ത് മുംബൈ, കാണ്ട്ല മേഖല, കൊച്ചി തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾ ശ്രദ്ധേയമാണ്. കിഴക്കൻ തീരത്ത് ചെന്നൈ, വിശാഖപട്ടണം, പരദീപ്, കൊൽക്കത്ത, ഹാൽദിയ മേഖലകൾ പ്രധാനമാണ്. തുറമുഖങ്ങളുടെ സ്ഥാനം പോലും ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായി ആഴമുള്ള കടൽഭാഗങ്ങൾ, നദീമുഖങ്ങൾ, തീരത്തിന്റെ രൂപം എന്നിവ തുറമുഖ വികസനത്തെ സ്വാധീനിക്കുന്നു. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള രേഖാംശ വ്യാപ്തി ഏകദേശം 29 ഡിഗ്രിയാണ്. അതിനാൽ കിഴക്കൻ ഇന്ത്യയിൽ സൂര്യോദയം പടിഞ്ഞാറൻ ഇന്ത്യയേക്കാൾ മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിക്കാം. പക്ഷേ രാജ്യത്ത് ഒരൊറ്റ ഔദ്യോഗിക സമയം തന്നെയാണ് നാം ഉപയോഗിക്കുന്നത്. ഇതാണ് ഭൂമിശാസ്ത്രത്തിലെ ഒരു മനോഹരമായ കാര്യം. ഒരേ രാജ്യത്തിനുള്ളിൽ പ്രകൃതിദത്ത സമയവ്യത്യാസം ഉണ്ടെങ്കിലും ഭരണപരമായി ഒരൊറ്റ സമയത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ കര അതിർത്തി നിരവധി രാജ്യങ്ങളുമായി പങ്കിടുന്നു. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ അന്താരാഷ്ട്ര കര അതിർത്തി ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പാക് കടലെടുക്കും മന്നാർ കടലെടുക്കും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ തെക്ക് തീരവും ശ്രീലങ്കയും തമ്മിൽ കടൽ മേഖല ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ ഒറ്റ ചിത്രമായി മനസ്സിൽ വരച്ചു നോക്കൂ. വടക്ക് ഒരു പർവ്വത ഭിത്തി പോലെ ഹിമാലയം, അതിന് താഴേക്ക് നദികൾ കൊണ്ടുവന്ന വിശാലമായ സമതലങ്ങൾ, അതിൻ്റെ തെക്കോട്ട് പഴക്കമുള്ള പീഠഭൂമി, പടിഞ്ഞാറ് വരണ്ട താർഭൂമി. പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്കൻ ഘട്ടം, അവയ്ക്കിടയിൽ വിവിധ നദീതടങ്ങളും സമതലങ്ങളും, രണ്ട് വശങ്ങളിലും കടലുകൾ, കടലിനപ്പുറം ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും. ഇതൊക്കെ വെറും ഭൂപടത്തിലെ വരകളല്ല. ഈ ഭൂപ്രകൃതിയാണ് ഇന്ത്യയിലെ മനുഷ്യ ജീവിതത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഹിമാലയം, നദികൾക്കും കാലാവസ്ഥയ്ക്കും സ്വാധീനം. വടക്കൻ സമതലം ഫലപുഷ്ടമായ മണ്ണിനും കൃഷിക്കും ജനസാന്ദ്രതയ്ക്കും അടിസ്ഥാനം. പീഠഭൂമി ധാതു സമ്പത്തിനും ഖനനത്തിനും വ്യവസായത്തിനും പ്രധാന മേഖല. പശ്ചിമഘട്ടം മഴയ്ക്കും ജൈവ വൈവിധ്യത്തിനും പ്രധാനപ്പെട്ടത്. തീരപ്രദേശമാകട്ടെ മത്സ്യസമ്പത്തിനും തുറമുഖങ്ങൾക്കും കടൽ വ്യാപാരത്തിനും പ്രധാനപ്പെട്ടത്. ദ്വീപുകൾ സമുദ്രശാസ്ത്രത്തിനും ജൈവ വൈവിധ്യത്തിനും തന്ത്രപ്രാധാന്യത്തിനും പ്രധാനപ്പെട്ടത്. ഇതാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ കഥ. ഓരോ ഭൂപ്രദേശവും മറ്റൊന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനോടകം വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാകും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.